കലിക ജ്യോതിഷൻ്റെ പ്രണാമം. അപ്പോൾ ഞാൻ ആറ്റുകാൽ പൊങ്കാലയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ തിരുവനന്തപുരത്ത് കൺസൾട്ടിങ്ങിലാണ്. 27, 28, 29 തിരുവനന്തപുരത്ത് കാണും. അത് കഴിഞ്ഞാൽ പിന്നെ 2, 3 പാലക്കാടാണ് കൺസൾട്ടിങ്. അപ്രകാരമാണ് കൺസൾട്ടിങ് പോകുന്നത്. തീർച്ചയായും ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം എൻ്റെ പ്രേക്ഷകരെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് എന്നെ ഇനി ജനൻ ടി വിയിലൂടെ കാണാൻ സാധിക്കും. മാർച്ച് 1 തീയതി രാവിലെ 7 മണിക്ക് ജനൻ ടി വിയിൽ എൻ്റെ ജ്യോതിഷ പ്രഭാഷണം ഒരു 15 മിനിറ്റ് ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആഴ്ച ഉള്ള ഡേറ്റ് നിങ്ങളെ അറിയിക്കാം. നിങ്ങളെല്ലാ പേരും എന്നെ നിർബന്ധിക്കും, എന്തുകൊണ്ട് സാറ് ടി വിയിലേക്ക് വരുന്നില്ല എന്ന്. ടി വിയിലേക്ക് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ അങ്ങനെ സമയം കിട്ടാറില്ല. ഞാൻ പറഞ്ഞില്ലേ, പല സ്ഥലങ്ങളിൽ തിരുവനന്തപുരത്ത് ഹെഡ് ഓഫീസിൽ തന്നെ 5 ദിവസമേ കാണുള്ളൂ. ബാക്കിയുള്ള ദിവസം ഉലകം ചുറ്റും വാലിബനായിട്ട് നടക്കുകയാണ്. പല സ്ഥലങ്ങൾ ഞാനൊക്കെ ഒരാളിൻ്റെ പ്രതിനിധി അല്ലല്ലോ. ഇപ്പോൾ ജ്യോതിഷൻ എന്ന് പറയുമ്പോൾ ഒരു വിഭാഗം ഹിന്ദുക്കൾ നോക്കും, അങ്ങനെയാണ്. ഇതങ്ങനെയല്ല. 3 വിഭാഗം, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാ പേരും ഒരുപോലെ കാണുന്നു. അപ്പോൾ അതുപോലെ അവർക്കെല്ലാം അവരുടെ ശാസ്ത്രങ്ങളിൽ, അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള, മതഗ്രന്ഥങ്ങളിൽ നിന്നുള്ള പരിഹാരങ്ങളും കാര്യങ്ങളുമാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് അവർക്ക് അത് വളരെ പ്രയോജനമാണ്. അല്ല ഹിന്ദു മതത്തിൻ്റെത് മുസ്ലിങ്ങൾക്കോ, ഇസ്ലാം മതത്തിൻ്റെത് ഹിന്ദുക്കൾക്കോ, ക്രിസ്ത്യൻസിനോ അങ്ങനെയല്ല. അപ്പം 3 ശാസ്ത്രങ്ങളും വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ടാവുകൊണ്ട് എൻ്റെ അടുത്ത് വരുന്നവർക്ക് അത് അറിയാൻ പറ്റും. അത് വളരെ വ്യക്തമായിട്ടാണ് അത് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് തിരക്ക് കൂടും. പിന്നെ പല വിദേശ രാജ്യങ്ങളിലും സന്ദർശിക്കും. മാർച്ചിൽ ഞാൻ പറഞ്ഞു, പോളണ്ടിലേക്ക് ഒരു യാത്രയുണ്ട്. അതൊരു പേഴ്സണൽ കാര്യം, ഒരു വ്യക്തിയുടെ ഇതിന് ആവശ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ തീർച്ചയായും അത് അവിടെ പോകണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിലാണ് നമ്മൾ അവിടെ എത്തിച്ചേരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെ ഉള്ള കുറേ തിരക്കും കാര്യങ്ങളും നമ്മളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീർച്ചയായും ഓരോ സ്ഥലങ്ങളിൽ വിളിക്കുമ്പം പോകാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ എന്നെ ഒരു ഡിബേറ്റിന് വേണ്ടി വിളിച്ചു, പക്ഷേ എനിക്ക് അവിടെ എത്തിച്ചെല്ലാൻ പറ്റില്ല. അതായത് അവർ 7, 8, 9 തീയതികളിലാണ് ഡിബേറ്റിൻ്റെ കാര്യം പറഞ്ഞത്. പക്ഷേ അത് എനിക്ക് ആ സമയത്ത് അവിടെ എത്തിപ്പെടാൻ പറ്റില്ല. ജ്യോതിഷവും ശാസ്ത്രവും തമ്മിലുള്ള ഒരു ഡിബേറ്റാണ്. പക്ഷേ എനിക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റില്ല. എൻ്റെ സമയക്കുറവ് കാരണമാണ് എനിക്ക് പല സ്ഥലങ്ങളിലും എത്തിപ്പെടാൻ സാധിക്കാതെ വരുന്നത്. സ്വാഭാവികമായിട്ട് ഇനിയിപ്പോൾ 7, 8, 9, 10 തീയതികളിൽ ഞാനിവിടെ കാണില്ല. അത് കാരണം എനിക്ക് ആ ഡിബേറ്റിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ജനൻ ടി വിയിൽ എന്നെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്കെല്ലാ പേർക്കും ഇനി എന്നെ നിങ്ങളുടെ വീട്ടിലിരുന്ന് ജനൻ ടി വിയിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ പല ചാനലുകളിൽ സമയമില്ലാത്തത് കാരണമാണ് അതൊക്കെ 1 മണിക്കൂർ വീഡിയോ 4 എപ്പിസോഡുകളായിട്ടാണ് സംപ്രേഷണം ചെയ്യുന്നത്. രാവിലെ ഒരു 7 മണിക്ക് ആ സംപ്രേഷണം ജനൻ ടി വിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ പേരും മാർച്ച് 1 തീയതി ജനൻ ടി വിയിൽ 7 മണിക്കുള്ള എൻ്റെ പരിപാടി കാണണം. അത് ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള പരിപാടി. അത് കഴിഞ്ഞുടൻ കലിക ജ്യോതിഷൻ്റെ ആ ഒരു ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. സ്വാഭാവികമായിട്ട് ഞാൻ ജീവകാരുണ്യ പ്രവർത്തകൻ, ഞാൻ മതസൗഹാർദ്ദത്തിൻ്റെ പ്രവാചകനും ജീവകാരുണ്യ പ്രവർത്തകനുമാണ് കലിക ജ്യോതിഷൻ. അപ്പം ഇത് ഇങ്ങനെയുള്ള കുറേ കാരണങ്ങൾ, തിരക്ക് കാരണമാണ് അതാത് സ്ഥലങ്ങളിൽ ഞാൻ ഉണ്ടായിരിക്കും. അടുത്ത ഇനി എറണാകുളത്തെന്ന് പറയുന്നത് 16, 17 ഞാൻ എറണാകുളത്തുണ്ടായിരിക്കാം. കോഴിക്കോട് 23 തീയതി ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രാവശ്യമുള്ള കൺസൾട്ടിങ്ങിൻ്റെ ഷെഡ്യൂൾഡ് വരുന്നത്. പിന്നെ മറ്റ് സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് തുടങ്ങുന്നില്ല എന്ന് ചോദിച്ചാൽ സമയക്കുറവ് കാരണമാണ്. സമയമാണല്ലോ, എല്ലായിടവും ഞാൻ തന്നെ എത്തിപ്പെടണം, എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കണം. അതിന് വേറെ സ്റ്റാഫുകൾ വെച്ചൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭം അല്ല ഇത്. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, എൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തിയ ഒരു കാര്യം വെളിപ്പെടുത്താനുണ്ട്. നിങ്ങളെല്ലാ പേരും വളരെയധികം ശ്രദ്ധിക്കണം. അതായത് ഈ കാർത്തിക നക്ഷത്രം, ഒരു ഇൻസിഡൻറ്റ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞതേ ഉള്ളൂ. ഈ കാർത്തിക നക്ഷത്രത്തിൻ്റെ വിവാഹം, സ്ത്രീകളുടെ വിവാഹം കഴിക്കുമ്പോൾ അവർ ഒരു കാര്യം ശ്രദ്ധിക്കണം. സ്ത്രീ ആയാലും പുരുഷനായാലും അസുരഗണത്തിലുള്ളവരെ മാത്രമേ വിവാഹം കഴിക്കാവൂ. ദേവഗണത്തിലുള്ളവരെ ദയവ് ചെയ്ത് കാർത്തിക നക്ഷത്രക്കാരെ വിവാഹം കഴിക്കരുത്. അത് ഇണയ്ക്ക് ബുദ്ധിമുട്ട് വരും.
കാർത്തിക നക്ഷത്രത്തിലുള്ളവർ ഇത് വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങളുടെ കെയർ ഓഫിൽ കാർത്തിക നക്ഷത്രക്കാർ ഉണ്ടെങ്കിലും ഇത് വളരെ ശ്രദ്ധിക്കണം. കാർത്തികയുടെ 45-നും 55-നും ഇടയ്ക്ക് ദേവഗണത്തിലുള്ളവരാണ് ഇണയാണെങ്കിൽ ആ ഇണയ്ക്ക് പ്രയാസം സംഭവിക്കാനോ ബുദ്ധിമുട്ട് വരാനോ ഒക്കെ ഉള്ള ചാൻസ്, തട്ടുപാടൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 45-നും 55-നും ഇടയ്ക്ക് അതിന് വേണ്ട പരിഹാരങ്ങളും കാര്യങ്ങളും ചെയ്ത് കാർത്തിക നക്ഷത്രത്തിലുള്ളവർ ദേവഗണത്തിലുള്ളവരെയാണ് വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ 45-നും 55-നും ഇടയിൽ ഈ ജ്യോതിഷശാസ്ത്രം, ജ്യോതിഷശാസ്ത്രം എന്ന് പറയുമ്പോഴത്തേക്ക് കലീക ജ്യോതിഷശാസ്ത്രം നിങ്ങൾ അത് അതിലൂടെ മനസ്സിലാക്കണം. എന്തെങ്കിലും പ്രയാസമോ ആപത്തോ ബുദ്ധിമുട്ടോ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കി തന്നെ തീരണം. ഇത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. കാർത്തിക നക്ഷത്രത്തിലുള്ളവരുടെ ഇണകൾ ദേവഗണത്തിലുള്ളവരാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. 45-നും കാർത്തികയുടെ 45-നും 55-നും ഇടയിൽ ഇണയ്ക്ക് പ്രയാസമോ ബുദ്ധിമുട്ടോ ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. തട്ടുപാടുള്ള പോലും സംഭവിക്കാം. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. ഇതൊരു അറിവിലേക്കാണ്. ഇത് ഭയപ്പെടുത്താനുള്ള ആപത്തിനെ നമുക്ക് തടയാൻ പറ്റും. മുൻകൂട്ടി മനസ്സിലാക്കി നമുക്കത് തടയാൻ പറ്റും. ഇപ്പോൾ കാർത്തിക നക്ഷത്രം അസുരഗണത്തിലുള്ളവരെയാണ് വിവാഹം കഴിച്ചാൽ വിഷയമില്ല, അത് ഭയക്കേണ്ട ആവശ്യമില്ല. ദേവഗണത്തിലുള്ളവരെയാണ് കാർത്തിക നക്ഷത്രം ഇണയായിട്ട് സ്വീകരിച്ചാൽ ആ ഇണകൾക്ക് 45-ന് കാർത്തിക നക്ഷത്രത്തിൻ്റെ 45 വയസ്സിന് 55 വയസ്സിനും ഇടയിൽ പ്രയാസം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആ ദേവഗണങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. അശ്വതി, മകീരം, പൂയം, അത്തം, ചോതി, അനിഴം, തിരുവോണം, രേവതി. അപ്പോൾ ഇത്രയും നക്ഷത്രക്കാർ ആണ് ഇണയായിട്ട് സ്വീകരിച്ച് ഇവരാണ് 9 ദേവഗണത്തിൽ വരുന്ന 9 നക്ഷത്രമായിട്ട് വരുന്നത്. അപ്പോൾ ഇവരെയാണ് പുണർദവും കൂടെ വരും ഇതിനകത്ത്, പുണർദ നക്ഷത്രവും കൂടെ ഇതിനകത്ത് കണക്കൂട്ടണം. അതായത് 9 നക്ഷത്രം ദേവഗണത്തിൽ വരുന്ന 9 നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രത്തിലെ അസുരഗണമായ കാർത്തിക നക്ഷത്രത്തിൻ്റെ ഇണയായിട്ട് വരികയാണെങ്കിൽ അവരുടെ 45 വയസ്സിനും 55 വയസ്സിനും ഇടയിൽ നിങ്ങൾ ഇണയുടെ നിങ്ങളുടെയും തമ്മിലുള്ള ആ ഒരു ഇത് മാച്ച് ചെയ്തിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കി ഇണയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് അതിൽ നിന്ന് പുറത്തു വരാൻ വളരെയധികം ശ്രദ്ധിക്കണം. ഈ വീഡിയോ നിങ്ങളെല്ലാ പേർക്കും ഷെയർ ചെയ്യണം. കാരണം ഇത് വളരെ അത്യാവശ്യമാണ്. എൻ്റെ പഠനത്തിൽ, എൻ്റെ റിസർച്ചിൽ എനിക്ക് കാണാൻ സാധിച്ച കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് അവരെ രക്ഷിക്കാമെങ്കിൽ അല്ലെങ്കിൽ അവരുടെ പ്രയാസത്തിൽ നിന്ന് അവരെ മാറ്റണമെങ്കിൽ ഇത് നിങ്ങൾ എല്ലാ പേരിലും എത്തിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾക്കെല്ലാ പേർക്കും കലീക ജ്യോതിഷൻ്റെ നന്ദി, നമസ്കാരം, പ്രണാമം.